ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഡ് ദാറ്റ് നെവർ ഫെയിൽ എന്ന തിരുവചന ഗ്രൂപ്പ് വഴി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഈ രാവിലെ സമയവും ലഭിക്കപ്പെട്ട അവസരത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷയെ ആരംഭിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേഡ് ദാറ്റ് നെവർ ഫെയിൽ എന്ന ഈ തിരുവചന ഗ്രൂപ്പിൽ കൂടെ തുടർമാനമായ ദൈവവചനം ചിന്തിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. വ്യക്തിപരമായ, കുടുംബപരമായ, ആത്മീയവും ഭൗതികവുമായ അനവധി വിഷയങ്ങളുമായി ദൈവസേനയിൽ ഇരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കണം. വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് നൽകി തരണം. വചനത്തിൻ്റെ ദൂതുകൾ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണം. ആദിയോടൊന്ന് കൂടെ ഇരിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഡ് ദാറ്റ് നെവർ ഫെയിൽ എന്ന ഈ തിരുവചന ഗ്രൂപ്പിൽ ഇന്ന് രാവിലെയും ദൈവവചനം ചിന്തയുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാസ്റ്റർ ജിബിൻ അവറുകൾ, ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ മെമ്പേഴ്സ്, വിശേഷിയാൽ ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന വാട്സിലെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമുള്ള സ്നേഹവും വന്ദനവും ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ആത്മീയ മന്ന എന്ന ഈ പ്രഭാത ശുശ്രൂഷ ദീർഘമായ മാസങ്ങളായി തുടരുവാൻ കർത്താവ് കനിവ് തോന്നിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2 ദിവസത്തിന് മുമ്പ് കർത്താവിൻ്റെ ഉപമകളെക്കുറിച്ചുള്ള ചെറിയൊരു ധ്യാനം ചെയ്യുവാൻ ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇന്നും അതിൻ്റെ 3-ാമത്തെ ദിവസമായി നമ്മൾ തുടരുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച, ചിന്തിച്ചതായ ഒരു ഉപമയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമ നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്ത് ആ ഉപമയിൽ കൂടെ കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം, ആ ഉപമയിൽ കൂടെ കർത്താവ് ലക്ഷ്യമാക്കുന്ന കാര്യം വ്യാഖ്യാനങ്ങൾ കൊണ്ട് വികലമാക്കുവാൻ ഞാൻ മനസ്സ് വയ്ക്കാതെ കർത്താവ് ഉദ്ദേശിക്കുന്ന ആ സത്യം മാത്രം ഒന്ന് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വേദവാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യം. യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയാണ്. അതിങ്ങനെയാണ്: സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. ഈ ഉപമ യേശു പറയുവാൻ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം യേശു പറയുവാനുണ്ടായ കാരണം പത്രോസിൻ്റെ ഒരു ചോദ്യമാണ്. പത്രോസിൻ്റെ ഒരു ചോദ്യം. പത്രോസിനെ നമ്മൾ തിരുവചനത്തിൽ ചിന്തിച്ചാൽ പത്രോസിന് എപ്പോഴും ചോദ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. സ്തോത്രം. ഞങ്ങളെല്ലാം വിട്ട് പിൻഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പത്രോസിനെ കാണുവാൻ കഴിയുന്നത്. ഇവിടെയും പത്രോസ് ചോദിക്കുന്നു. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്ഷമയെക്കുറിച്ചുള്ള പത്രോസിൻ്റെ ഒരു സംശയമാണ്. സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ?
ആ ചോദ്യത്തിന് ഉത്തരമായി ഒരു വ്യക്തിയോട് എങ്ങനെ നമ്മൾ ക്ഷമിക്കണം, ആ വ്യക്തി ചെയ്യുന്ന തെറ്റുകൾ എത്ര വലുതായാലും ഏത് അറ്റം വരെയും നമ്മൾ ക്ഷമിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം നൽകുവാൻ വേണ്ടിയാണ് യേശു ആ ഉപമ പറയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന വ്യക്തികൾ ഈ ഉപമയിൽ, ഒന്ന് ഒരു രാജാവ്, രണ്ട് ദാസന്മാർ. ഇവിടെ ഒരു യജമാനൻ അല്ലെ രാജാവ് തന്നിൽ നിന്നും 1000 താലന്ത് കടം വാങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ഞാനത് വായിക്കുന്നു. ഒന്ന്, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന ഈ വേലക്കാരൻ 10,000 താലന്ത് കടംപെട്ടവനായിരുന്നു. 10,000 താലന്ത്. പക്ഷേ യജമാനൻ അവനോട് ക്ഷമിക്കുവാൻ മനസ്സുള്ളവനാണെന്ന് കണ്ടപ്പോൾ തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ വസ്തുവകകളെല്ലാം വിറ്റ് താൻ കടം വീട്ടുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ ദാസൻ രാജാവിൻ്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നു, സ്തോത്രം, അവൻ വീണ് അവനെ നമസ്കരിച്ചു. വീണ് തന്നെ നമസ്കരിച്ചു. വീണ് നമസ്കരിച്ചിട്ട് മനസ്സലിയേണ്ടതിന് വേണ്ടി ആ രാജാവിനോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. മനസ്സലിഞ്ഞ ആ രാജാവ് അവനെ വിട്ടു. വിടുക മാത്രമല്ല, അവന്റെ കടവും ഇളച്ചു കൊടുത്തു. എന്നാൽ ആ വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വിട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. സ്തോത്രം. നമുക്ക് പരിചിതമുള്ള വേദഭാഗമാണ്. കടം തന്നു തീർക്കുവോളം 100 വെള്ളിക്കാശ് കടം പെട്ടവനെ തടവിലാക്കി. ഓർത്തുകൊള്ളണം, ഇവൻ 10,000 താലന്ത്, സ്തോത്രം, കടം പെട്ടിട്ടിരുന്നതും അതിൽ നിന്നും വിടുതൽ പ്രാപിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവനിൽ നിന്നും 100 വെള്ളിക്കാശ് വാങ്ങിയ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ ഹൃദയം കഠിനപ്പെട്ട് അവനെ തടവിലാക്കി. സ്തോത്രം. എന്നാൽ രാജാവ് ഇതറിഞ്ഞപ്പോൾ രാജാവ് ചെയ്ത കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയിൽ ഞാൻ ആ കടം ഒക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. ഈ ഉപമയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ നീതിമാന്മാരായിരുന്നില്ല. നമ്മൾ ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തത്താലാണ്. നമ്മുടെ പുണ്യപ്രവൃത്തിയുടെയോ നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷത കൊണ്ടോ അല്ല.
നമ്മൾ നീതിമാന്മാരാക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ്. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചു. ഇവിടുത്തെ വിഷയം അതാണ്. എത്ര വട്ടം ഞാൻ സഹോദരനോട് ക്ഷമിക്കണം? യേശു പറയുന്ന ഒരു വാക്കാണ്. ഈ ഉപമയിൽ കൂടെയുള്ളൊരു സന്ദേശമാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 35-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സ്തോത്രം. ഈ ഉപമ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം, ഇതിൽ നിന്നും 2-3 കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന്, കണക്ക് ചോദിക്കുന്ന ഒരു യജമാനൻ ഉണ്ടെന്നുള്ള സത്യം ഈ ഉപമയിൽ കൂടെ വെളിപ്പെടുന്നു. 23-ാം വാക്യം, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അപ്പോൾ ദൈവരാജ്യം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ നിശ്ചയമായും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള കാര്യം ഈ ഉപമയിൽ കൂടെ തെളിഞ്ഞു നിൽക്കുന്നു. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഏതൊരു വ്യക്തിയോടും ദൈവം കണക്ക് ചോദിക്കും. സ്തോത്രം. തിരുവചനം പറയുന്നുവല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. 12-ാം അധ്യായം 36-ാം വാക്യം, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഏതൊരു നിസ്സാര വാക്കിനും ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നമ്മുടെ നാവിനെ ഉപ്പിനാൽ രുചി വരുത്തിയതും നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ നമ്മൾ നിന്ദിക്കാൻ പോകണ്ട, മറ്റുള്ളവരെ പരിഹസിക്കാൻ പോകണ്ട, മറ്റുള്ളവരെ സ്തോത്രം താഴ്ത്തിക്കെട്ടിയുള്ള രീതികൾ നമുക്ക് വേണ്ട. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഓരോ വാക്കിന് ആരെയും നമുക്ക് കുറ്റം വിധിക്കുവാൻ അവകാശമില്ല. സ്തോത്രം. ന്യായമായ കാര്യങ്ങളിൽ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം, വചനപ്രകാരം അവരെ തിരുത്താം, ബുദ്ധി ഉപദേശിക്കാം. പക്ഷേ അവരെ നിസ്സാരന്മാരായി കാണുവാനോ അവരെ താഴ്ത്തിക്കെട്ടുവാനോ നമുക്ക് വ്യക്തിഹത്യ നടത്തുവാനോ അനുവാദമില്ല എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. കണക്ക് ചോദിക്കും ദൈവം ഒരു ദിവസം. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന സ്തോത്രം ചില ആശങ്ക എന്നുള്ളതല്ല, ഒരു ഭയം. നമുക്ക് ലഭിക്കപ്പെട്ട ഓരോ നന്മയുടെയും നമ്മൾ എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ലഭിക്കപ്പെട്ട സമയത്ത് നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യവും നമ്മൾ ഏതൊക്കെ നിലവാരത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ, ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സ്തോത്രം പരിശ്രമിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ വേറെ ഒന്നും നമുക്കധികം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ അയൽവാസിക്ക് വേണ്ടി, നമ്മുടെ ദേശക്കാർക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, ഒരുപക്ഷെ അവരുടെ വീടുകളുടെ അകത്തളങ്ങളിൽ കയറിയിരുന്ന് സുവിശേഷം പങ്കുവയ്ക്കുവാൻ ഒരുപക്ഷെ സാഹചര്യവും സ്വാതന്ത്ര്യവും ലഭിക്കപ്പെട്ടില്ലെങ്കിലും നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ട നമ്മുടെ വീട്ടിനകത്തിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് നിലവിളിക്കുവാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കണക്ക് ചോദിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ കർത്തവ്യം എന്താണ്? നമ്മളത് നിറവേറ്റണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ 17-ാം വാക്യത്തിൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്നും വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ, ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും.
ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് ചോദിക്കുന്ന ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യം, നമുക്ക് ലഭിക്കപ്പെട്ട സൗകര്യങ്ങൾ, നമുക്ക് ലഭിക്കപ്പെട്ടതായ സ്തോത്രം ഓരോ അവസരങ്ങളും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ, കർത്താവിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ നമ്മൾ മുൻവരട്ടെ. നമ്മിൽ ആ പ്രത്യാശയും ശക്തിയും കൃപയും വർദ്ധിക്കട്ടെ. കാരണം എന്തെന്നാൽ കണക്ക് ചോദിക്കുന്ന ഒരു യജമാനനുണ്ട്. 5 താലന്ത് ലഭിക്കവൻ്റെയും 2 താലന്ത് ലഭിക്കപ്പെട്ടവൻ്റെയും 1 താലന്ത് ലഭിക്കപ്പെട്ടവൻ്റെയും ഉപമ നമുക്കറിയാമല്ലോ. അതിൽ നിന്നും ദൈവം വ്യക്തമാക്കുന്ന ഒരു കാര്യം, കർത്താവ് പറയുന്ന കാര്യം, ദൈവം ഒരു ദിവസം കണക്ക് ചോദിക്കും. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ചില മേഖലകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. അവരെ ഓർത്തപ്പോൾ ഭാരം തോന്നി, വിഷമം തോന്നി. ദൈവനാമത്തിന് വേണ്ടി ലഭിക്കപ്പെട്ടതും ദൈവനാമത്തിൽ ചിലവിടേണ്ടതിനുമൊക്കെ സ്തോത്രം ചിലരെക്കുറിച്ച് വ്യക്തിപരമായും അറിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് വിഷമം തോന്നി. കാരണം ദൈവനാമത്തിൽ ലഭിക്കപ്പെടുന്ന നന്മകളും ദൈവനാമത്തിൽ ലഭിക്കപ്പെടുന്ന പലതും മറ്റു പലതിനു വേണ്ടി വിനിയോഗിച്ച്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് സ്തോത്രം അവർ ശ്രേഷ്ഠന്മാരാ നിൽക്കുമ്പോൾ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. എന്നാൽ എനിക്ക് വ്യക്തമായി അറിയാം, ദൈവനാമത്തിൽ ലഭിക്കപ്പെടുന്ന ഓരോന്നും ഏതൊക്കെ പർപ്പസിന് വേണ്ടിയാണോ ലഭിക്കപ്പെടുന്നത് അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുന്ന സ്തോത്രം ദൈവഭയമുള്ള ഭക്തന്മാരും ഇതിൻ്റെ നടുവിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഉറപ്പിക്കാം, എന്നോട് കണക്ക് തീർക്കുമ്പോൾ സ്തോത്രം പ്രവാചക പുസ്തകത്തിൽ വിളിച്ചു ചോദിക്കുന്നത് പോലെ ദൈവം നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. നമ്മുടെ മുഖം കുനിയാൻ പാടില്ല. നമ്മളൊരു ദിവസം ആ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യം, നമുക്ക് ലഭിക്കപ്പെട്ട കൃപകൾ, കൃപാവരങ്ങൾ എത്രമാത്രം നമ്മൾ വിനിയോഗിച്ചു? സ്തോത്രം. ഈ തുടർമാനമായ ലൈവുകൾ ചെയ്യുവാൻ എന്നെയും പ്രേരിപ്പിക്കുന്നത്, എനിക്കും പ്രചോദനം നൽകുന്നത് ആ ഒരു കാര്യമാണ്. ഇങ്ങനൊരു മീഡിയ സ്വാതന്ത്ര്യത്തോടെ ദൈവം ഒരുക്കി തരുമ്പോൾ സ്തോത്രം ഏത് വിധേനയും ചിലരുടെ അടുക്കലേക്കെങ്കിലും ദൈവവചന സത്യങ്ങൾ ചെന്നെത്തുന്നെങ്കിൽ, അതുകൊണ്ട് സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുന്നെങ്കിൽ, ചിലർക്കെങ്കിലും പ്രയോജനമാകുന്നുവെങ്കിൽ, കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് ഇന്ന അവസരങ്ങളും ആ സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ട് നീ അത് വിനിയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ കർത്താവ് സ്തോത്രം കുറ്റം വിധിക്കാതെ ആത്മഭാരത്തോടുകൂടെ ചെയ്യുവാൻ കർത്താവ് ഇതുവരെയും കൃപ നൽകി. ഈ ലൈവിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കപ്പെടുന്ന ഓരോ സാഹചര്യവും സ്വാതന്ത്ര്യവും നമ്മൾ കർത്താവിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ സ്തോത്രം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി അവസാനിപ്പിക്കുന്ന ഒരു മേഖലയായിരുന്നെങ്കിൽ, അതിന് പിന്നിലൊരു കാര്യമില്ലായിരുന്നുവെങ്കിൽ സാരമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കണക്ക് ചോദിക്കും. എന്നോട് കണക്ക് ചോദിക്കും, നിങ്ങളോട് കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുന്ന നല്ല യജമാനൻ വരുമ്പോൾ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ദുഷ്ടനോട് നീ ദുഷ്ടതയിൽ ജീവിച്ചാൽ മരിക്കുമെന്ന് നമ്മൾ പറയണം. സ്തോത്രം. ഒരുപക്ഷെ അവർക്കത് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരിക്കാം, അവർക്കത് സ്വീകരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, എനിക്ക് ആ പദം പലപ്പോഴും ധൈര്യം പകർന്നൊരു പദമാണ്, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. ഒരു രാജാവിന്റെ മുമ്പിൽ എന്ന് പറയുന്നത്, ദേശത്തിന്റെ അധിപതിയുടെ മുമ്പിൽ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് അനുസരണക്കേട് കാണിച്ചാലും എന്റെ രാജാതിരാജാവ് എന്നെ കണക്കേൽപ്പിച്ച വിശ്വസ്തനെണ്ണി എന്നെ ശുശ്രൂഷയ്ക്കാക്കിയ ആ യജമാനന്റെ മുമ്പിൽ ഞാൻ അനുസരണക്കേട് കാണിക്കത്തില്ല. സ്തോത്രം. അതായിരിക്കട്ടെ ഒരു ഭക്തന്റെ ഉറപ്പ്. എന്നോട് കണക്ക് ചോദിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, നമ്മൾ അവരോട് പറയും, അല്ലെ അവരെക്കുറിച്ച് പറയും. എപ്പോഴെങ്കിലും സ്വയം നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? എന്നോട് കണക്ക് ചോദിക്കും, എന്നോട് കർത്താവ് കണക്ക് ചോദിക്കും. ഞാനിങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല, ഞാനിങ്ങനെ പോയാൽ പറ്റത്തില്ല, എന്നോട് കണക്ക് ചോദിക്കും. എനിക്ക് ലഭിക്കപ്പെടുന്ന സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടിയും പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ചെറിയവരോടോ വലിയവരോടോ വ്യത്യാസം കൂടാതെ എല്ലാവരോടും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും. അതിനു മുമ്പിൽ നമ്മുടെ കൈ
കുഴഞ്ഞും നമ്മുടെ മുഴങ്കാലുകൾ ആടിയും നമ്മുടെ തല കുനിഞ്ഞും നമ്മൾ ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുക. ഞാൻ ആ ഭാഗം പറഞ്ഞ ആ ഒരു ഇത് വിടുന്നു. കണക്ക് ചോദിക്കുന്ന യജമാനൻ. സ്തോത്രം. 2, ആ യജമാനൻ താക്കീത് ചെയ്യുകയാണ്. എന്താണ് താക്കീത്? എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്നിൽ നിന്നും 100 വെള്ളിക്കാശ് കടം പെട്ടവനോട് കരുണ തോന്നേണ്ടതെന്നതല്ലയോ? സ്തോത്രം. നീ 10,000 താലന്ത് എന്നിൽ നിന്നും കടം പെട്ടു, ഞാൻ നിന്നോട് ക്ഷമിച്ചു, നിനക്ക് ഇളച്ചു തന്നു. നീ യാചിച്ചപ്പോൾ നിന്നോട് എനിക്ക് മനസ്സലിവ് തോന്നി, പക്ഷേ നിനക്കും അത് തോന്നേണ്ടിയിരുന്നതല്ലയോ? സ്തോത്രം. താക്കീത് ചെയ്യുന്ന യജമാനൻ. 3, ആ യജമാനൻ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന രാജാവ്. അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ 1, കണക്ക് ചോദിക്കുന്ന യജമാനൻ. 2, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് താക്കീത് കൊടുക്കുന്ന യജമാനൻ. 3, ശിക്ഷ വിധിക്കുന്ന യജമാനൻ. 3 രീതിയിലാണ് യജമാനൻ ഇവിടെ കാണാൻ കഴിയുന്നത്. കണക്ക് ചോദിക്കും, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തൻ്റെ തെറ്റുകളെ ബോധിപ്പിക്കുവാൻ ശിക്ഷയും വിധിക്കുന്ന യജമാനൻ. ഈ ഉപമയിലെ ആശയം 1000 താലന്ത് 10,000 താലന്ത് കടം പെട്ടവൻ 100 വെള്ളിക്കാശ് കടം പെട്ടവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കഴുത്തിനു പിടിച്ചു എന്ന് ഇവിടെ കാണുന്നു. അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിട്ട് വരുന്ന വഴിയാ. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? 100 വെള്ളിക്കാശ് കടംപെട്ടവനോട് ക്ഷമിക്കാൻ കഴിയാതെ. ഇതിൽ നിന്നും യേശു ഉദ്ദേശിച്ച അർത്ഥം ഇതാണ്: നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക. സ്തോത്രം. എങ്ങനെ ക്ഷമിക്കണം? ആ പദം വളരെ ശ്രദ്ധേയമാണ്. നമ്മളൊക്കെ ക്ഷമിക്കും, പക്ഷെ വീണ്ടും അത് ഓർമ്മയിൽ വരും. പക്ഷെ ഇവിടെ പറയുന്നു, ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, സ്തോത്രം, ഇങ്ങനെ പ്രാർത്ഥിച്ചത്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ. സ്തോത്രം. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ. സ്തോത്രം. നമ്മിടത്തിൽ നമുക്ക് വേദനയുണ്ടാക്കിയ, നമുക്ക് പ്രയാസമുണ്ടാക്കിയ, നമ്മെ ദുഃഖിപ്പിച്ച, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ മായ്ക്കുവാൻ കഴിയാത്ത മനസ്സിന് മുറിവുകൾ ഏൽപ്പിച്ച വ്യക്തികളോട് പോലും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം. നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതിൻ്റെ ഒരു റൂട്ടാണ് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുക. പ്രസംഗിക്കാൻ എനിക്ക് എളുപ്പമാ, കേൾക്കാൻ നിങ്ങൾക്കും എളുപ്പമാ. പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാനും നിങ്ങളും ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. കർത്താവിൻ്റെ ദാസി ഇവിടെ ആ വചനം ടൈപ്പ് ചെയ്തിട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മൾ ദൈവനാമത്തിൽ പ്രബോധിപ്പിക്കണം. ഏതൊരു വ്യക്തിയെയും അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അതവരുടെ ഇഷ്ടം. നമ്മെ കാവൽക്കാരാക്കിയിരിക്കുന്നെങ്കിൽ കണക്ക് ചോദിക്കുമ്പോൾ നീ തെറ്റ് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള കുറ്റം നമ്മുടെ മേൽ വരാതിരിക്കുവാൻ ജനം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞിട്ട് വീണ്ടും ആ ഭാഗത്തേക്ക് വരാം. ഈ തലമുറയിൽ തെറ്റുകൾ തിരുത്തുന്ന ശുശ്രൂഷ ചെയ്താൽ, സ്തോത്രം, അവർക്ക് വലിയ ഡിമാൻഡൊന്നും കാണത്തില്ല. തെറ്റുകൾ തിരുത്താൻ, അച്ഛാ നിങ്ങൾ ചെയ്ത തെറ്റാ, ആൻറ്റി ആ പറഞ്ഞതുണ്ടല്ലോ അത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ, അരുതെന്ന് പറഞ്ഞാൽ, തെറ്റെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ, അല്ലെ അങ്ങനെയുള്ളൊരു ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, സ്തോത്രം,
അവരുടെ ഡിമാൻഡുകൾ കുറവാണ്. പക്ഷേ ദൈവം മുമ്പാകെ അവരാണ്. അവരനുസരിച്ചാലും ഇല്ലെങ്കിലും നീ പറയുക എന്നാണ് പറയുന്നത്. സ്തോത്രം. യഹസ്കേലിനോട് പറയുന്നുണ്ട്, നിന്നെ മത്സരഗ്രഹത്തിൻ്റെ അടുക്കലേക്ക് വിടുന്നത്. അവർ കേൾക്കത്തില്ല, എനിക്കറിയാം. എങ്കിലും നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ നമ്മൾ ശുശ്രൂഷിക്കുക. മനുഷ്യനല്ല നമ്മെ ശുശ്രൂഷയ്ക്ക് ആക്കിയത്. ദൈവമാണ് ശുശ്രൂഷയ്ക്കാക്കിയത്. ദൈവമാണ് ശുശ്രൂഷയ്ക്ക് നിലനിർത്തിയത്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്തോത്രം, ദൈവം വാക നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാകയാൽ അതിനെ പറയണം. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് കടന്നു വരട്ടെ. സ്തോത്രം. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. സ്തോത്രം. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ കുറവുകൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമുക്കെതിരെ അന്യായം പറഞ്ഞവരോട്, നമുക്കെതിരെ ദോഷം പറഞ്ഞു പിടിപ്പിച്ചവരോട്, നമുക്കെതിരെ തിന്മ പറഞ്ഞവരോട്, നമ്മെ നിന്ദിച്ചവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവകൃപയാൽ ആ ഒരു കാര്യത്തിൽ സ്തോത്രം, ദൈവത്തോട് കൂടുതലൂടെ അടുക്കുവാൻ ദൈവം കൃപ നൽകുന്നുണ്ട്. ദോഷം ചെയ്യുന്നവരോടും തിന്മ ചെയ്യുന്നവരോടും ഹല്ലേലൂയ അപവാദം പറയുന്നവരോടും ക്ഷമിക്കാനും, കഷ്ടതയുള്ളവരോട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, അവർക്കൊരു വേദന വരുമ്പോൾ അവരോടൊപ്പം പോയി നിൽക്കാനും സ്തോത്രം. ഒരു പരിധിവരെ ഞാൻ അതിനകത്ത് പൂർണ്ണനാണെന്നുള്ള സ്വയപ്രഖ്യാപനത്തിലല്ല ഈ പറയുന്നത്. എന്നെ ഈ വാക്യം പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്തോത്രം. നിന്ദിച്ച വ്യക്തിയാണോ, പരിഹസിച്ച വ്യക്തിയാണോ, ആ വ്യക്തിക്കൊരു ആപത്തുണ്ടാകുമ്പോൾ അവൻ അങ്ങനെ വരട്ടെ. ഇത് ദൈവശിക്ഷയാ. സ്തോത്രം. എന്നെ കണ്ണീര് കുടിപ്പിച്ചതിന് കണക്കില്ലല്ലോ, എന്നെ വേദനിപ്പിച്ചതിന് കണക്കില്ലല്ലോ, അവൻ അങ്ങനെ തന്നെ വരട്ടെന്ന് പറയാനല്ല ദൈവം നമ്മളെ ആക്കിയത്. അവനൊരു കഷ്ടത വരുമ്പോൾ ഓടണം. അവന്റെ ആവശ്യത്തിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, അവന്റെ ആവശ്യത്തിൽ ഫസ്റ്റ് നിൽക്കേണ്ടത് ഞാനും നിങ്ങളുമായിരിക്കണം. നമ്മെ നിന്ദിക്കുന്ന, നമ്മെ പരിഹസിക്കുന്ന, നമുക്കെതിരെ വേദന ഉളവാക്കിയ, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരയായി ഒഴുകത്തക്കവണ്ണം നമ്മെ ദുഃഖിപ്പിച്ച വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ അവരുടെ മുമ്പിൽ ആദ്യം പോയി നിൽക്കേണ്ടത് നമ്മളായിരിക്കണം. ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. യേശുവിടെ പറഞ്ഞ ഉപമയുടെ അടിസ്ഥാനം, ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളും തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലല്ല ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിന് വെമ്പൽ കൊള്ളുന്ന ഒരു ശരീരത്തിന് ഉടമയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആത്മാവിന് മാത്രമേ സ്തോത്രം വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുള്ളൂ. നമ്മുടെ ശരീരം ഇന്നും പാപം നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ ഇതിനകത്ത് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതോ വലുതോ ആയ, ഞാൻ പാപത്തിന്റെ സ്തോത്രം വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചല്ല പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകളും കുറവുകളും ഒക്കെ കർത്താവ് നമ്മളോട് ക്ഷമിക്കുവാൻ വേണ്ടി നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക. 10,000 താലന്ത് കടം പെട്ടവൻ ക്ഷമ പ്രാപിക്കപ്പെട്ടവനായി, കരുണ പ്രാപിക്കപ്പെട്ടവനായി കടന്നു വരുമ്പോൾ അവർക്കെതിരെ അതിൻ്റെ അടുത്ത സമയത്ത് നമ്മളോട് കടം പെട്ടവനോട് ക്രൂരമായി ഇടപെടുവാനല്ല ദൈവം നമ്മളെ ആക്കിയത്. ചിന്തിക്കുക, നമ്മുടെ പാപം എത്ര വലുതായിരുന്നു. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു, ഞാനും നിങ്ങളും ഈ ക്രിസ്തുവിന്റെ വചനം എടുക്കുവാൻ, അല്ലെങ്കിൽ ഈ സത്യം അറിയുവാൻ നമ്മൾ എത്ര പേർ യോഗ്യരായിട്ടുണ്ടായിരുന്നു? സ്തോത്രം. നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ പല കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായി പറയുവാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിന്റെ ഈ വചനം ചുമക്കുവാൻ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ 100% ഞാൻ യോഗ്യനല്ലായിരുന്നു.
ആ കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു, എന്നെ കഴുകി, എന്നെ തന്റെ ഹിതത്തിനൊത്തവണ്ണം ഈ ദേശത്താക്കി കർത്താവിന്റെ വേലയിൽ നിർത്തി. അത് കൃപയും ദൈവം എന്നോട് ക്ഷമിച്ചതാണെന്നുള്ള ബോധ്യവും എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ രാവിലെ സമയം പറയുന്നു, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഒരു ഭക്തൻ പറഞ്ഞത്, ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നഖത്തിനിടയ്ക്ക്, സ്തോത്രം, മുള്ളു കയറി ആ നഖത്തിനിടയ്ക്ക് ആ മുള്ളിരുന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെന്ന്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആ വേദന നിൽക്കത്തില്ല, ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് മനുഷ്യരോട് ക്ഷമിക്കാം, നമ്മെ ദ്രോഹിച്ചവരോട് നമുക്ക് ക്ഷമിക്കാം. ഇത് പ്രായോഗിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആരാധനയും അന്യഭാഷയും കൃപാവരങ്ങളും ഒന്നും മാത്രം പോരാ, അത് വേണം. അതേ നേരത്തിൽ പ്രായോഗിക ജീവിതത്തിൽ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം, ഹൃദയപൂർവ്വം. സ്തോത്രം. ചില മാസങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒത്തിരി വേദനിപ്പിച്ച, സ്തോത്രം, ഒരു സഹോദരൻ ഒരു പ്രയാസകരമായ അന്തരീക്ഷം വന്നപ്പോൾ ആദ്യം പോയി നിൽക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ആ കൃപ നൽകും. സ്തോത്രം. അദ്ദേഹം ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും വെച്ച് നോക്കിയാൽ, സ്തോത്രം, ആ പരിസരത്ത് പോലും ചെല്ലുവാൻ മാനുഷിക നിലയിൽ അനുവദിക്കാത്തതാ. പക്ഷേ വചനത്തിൻ്റെ വെളിച്ചത്തിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ വ്യക്തിക്കൊരവസ്ഥ വന്നപ്പോൾ, സാഹചര്യം വന്നപ്പോൾ മുമ്പിൽ പോയി നിൽക്കാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകി. പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം തികഞ്ഞവനാണെന്ന് പ്രഖ്യാപിക്കാനല്ല ഞാനിത് പറഞ്ഞത്. നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒന്ന് പ്രായോഗിക തലത്തിലൊന്ന് കൊണ്ടുവന്നേ. നമ്മളെ നിന്ദിച്ചവരും നമ്മളെ പരിഹസിച്ചവരും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവരോടൊക്കെ ചിന്തിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ദോഷകരമായിട്ടല്ല, നന്മയായിട്ട്. ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വലിയ പാപത്തിൽ കിടന്ന നമ്മെ, വലിയ വലിയ തെറ്റുകളിൽ അകപ്പെട്ടിരുന്ന നമ്മെ ശുദ്ധീകരിച്ച് രക്തത്താൽ കഴുകി നമ്മളോട് ക്ഷമ തോന്നി ക്ഷമ പ്രാപിക്കപ്പെട്ട് ജീവിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. ആ വ്യക്തി എന്നോട് അങ്ങനെ ഇടപെടാമോ? സ്തോത്രം. എന്നോട് അങ്ങനെ പറയാമോ? എനിക്കത് ക്ഷമിക്കാൻ കഴിയത്തില്ല. അതൊന്നും നമ്മൾ പറയണ്ട. ഹൃദയപൂർവ്വം നമുക്ക് ക്ഷമിക്കാം. ചില വ്യക്തികളുണ്ട്, ക്ഷമിക്കും, പിന്നീടൊരവസരം വരുമ്പം തക്കം കിട്ടിയാൽ, സ്തോത്രം, നമ്മുടെ ഇന്നത്തെ സംസാര രീതി ഇതനുസരിച്ച് പറഞ്ഞാൽ എപ്പം പണി കൊടുക്കാൻ പറ്റുമോ അന്നേരം പണി കൊടുത്തിരിക്കും. പക്ഷെ ക്ഷമിച്ചെന്നാ പറയുന്നത്. ആ ക്ഷമയല്ല കേട്ടോ, ഹൃദയപൂർവ്വം ക്ഷമിക്കാം നമുക്ക് മറ്റുള്ളവരോട്. സ്തോത്രം. റോമാലേഖനം പറയുന്നല്ലോ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിക്കാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് അദൈവികം. മനുഷ്യൻ നന്മ ചെയ്താൽ മനുഷ്യന് നന്മ ചെയ്യും, അത് മാനുഷികം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തേ ദൈവിക സ്വഭാവം നമ്മിൽ വെളിപ്പെടും. യേശു ഈ ഉപമ പറഞ്ഞിട്ട് അവസാനം, ഞാൻ പറഞ്ഞു, ഈ ശുശ്രൂഷയുടെ തുടക്കത്തിലേ പറഞ്ഞു, യേശുവിൻ്റെ ഉപമയുടെ അതിൻ്റെ അവസാനത്തെ വാക്കുകളായിരിക്കും ആ ഉപമയിലെ ഹൈലൈറ്റായി അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായി നിൽക്കുന്നത്. യേശു ഇവിടെ പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, രോഗസൗഖ്യമുണ്ടാകണമെങ്കിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയണം. അതിനർത്ഥം കുമ്പസാരിക്കുക ആ രീതിയല്ല. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഹൃദയംഗമായി ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത മാനസിക അകൽച്ചകൾ, വേദനകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ക്രമീകരിച്ചിട്ട് പ്രാർത്ഥിക്കണം. രോഗിക്ക് സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം.
ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും നമ്മുടെ വഴിയിൽ ദോഷമുണ്ടായിട്ടല്ല, തിന്മയുണ്ടായിട്ടല്ല. ചിലർ പറഞ്ഞ വാക്കുകൾ വേദനയായിട്ടുണ്ടല്ലേ? ചിലരുടെ ഇടപെടലുകൾ ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? ഞാനൊരു കാര്യം പറയുന്നു, ഒരുപക്ഷെ ഓർമ്മയിൽ നിന്ന് പോകാതിരിക്കാം. ഓർമ്മയിൽ നിന്ന് പോകത്തില്ല, ഓർമ്മയിൽ നിൽക്കും. ഓർമ്മശക്തി ഉണ്ടെങ്കിൽ ഓർമ്മയിൽ നിൽക്കാം. പക്ഷെ അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഓർമ്മയിൽ എവിടെ കിടക്കട്ടെ, അതോർത്ത് നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ സ്തോത്രം തീക്കനലിനെ ഊതി 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 അതിന്റെ പ്രകാശം കെട്ടുപോകാതെ വെക്കുന്നത് പോലെ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ ഊതി ഊതി വെക്കണ്ട. അത് കെട്ടടങ്ങി പോകട്ടെ. നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കും. നമ്മുടെ കുറവുകളെ ക്ഷമിക്കും, നമ്മുടെ ബലഹീനതകളെ ക്ഷമിക്കും. സ്തോത്രം. ആ ക്ഷമ എവിടെ ചെന്നെത്തുമെന്നറിയാമോ? ദണ്ഡനത്തിൽ നിന്നുള്ള വിടുതലിൽ ചെന്നെത്തിക്കും. നിത്യമായ ദണ്ഡനം നമ്മൾ അനുഭവിക്കാതിരിക്കുവാൻ നിത്യ ദണ്ഡനത്തിൽ നിന്ന് വിടുവിക്കും. ഏത്? ഈ ഭൂമിയിൽ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിച്ചാൽ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും വചനത്തിന്റെ വെളിച്ചത്തിലും താഴ്മയോടെ ഞാൻ പറയുന്നു, ഞാനും നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കാം. ദ്രോഹം ചെയ്തവരാകട്ടെ, തിന്മ ചെയ്തവരാകട്ടെ, അവരോട് നമുക്ക് ക്ഷമിക്കാം. നമ്മെ കണ്ണീര് കുടിപ്പിച്ചവരാകട്ടെ, അവരോട് നമുക്ക് ക്ഷമിക്കാം. അവരോട് ഒരു പരിഭവവും വേണ്ട, ഒരു പരാതിയും വേണ്ട. സ്തോത്രം. നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ പറയാൻ പോയാൽ ഇതുവരെ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ന്യായം നിരത്താൻ പോയാൽ ഇതുവരെ നമുക്ക് ന്യായം നിരത്താൻ കഴിയും. ഒന്നും പറയണ്ട, നമ്മൾ 10,000 താലന്ത് ഇഴച്ചു കിട്ടിയവരാ. ഞാനതാ വിശ്വസിക്കുന്നത്. എത്രയോ കുറവുകൾ ദൈവം നമ്മളോട് ക്ഷമിച്ചതാ, എത്രയോ തെറ്റുകൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതാ. ആ കർത്താവ് നമ്മളോട് ക്ഷമിച്ചപ്പോൾ ഇന്നും ക്ഷമിക്കുന്നില്ലേ കർത്താവ്? ആ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം, ഹൃദയപൂർവ്വം ക്ഷമിക്കാം. അതാണ് ആ വാക്യം. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന് 35-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എങ്ങനെ ചെയ്യും? നമ്മൾ അങ്ങനെ ചെയ്യുന്നു അതുപോലെ ചെയ്യുമെന്ന്. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. നമ്മെ ദ്രോഹിച്ചവരോ, നിന്ദിച്ചവരോ, നമുക്ക് വഴിയടച്ചവരോ, നമുക്ക് തിന്മ പ്രവർത്തിച്ചവരോ, ദോഷം പറഞ്ഞു വരുത്തിയവരോ ആരായിക്കൊള്ളട്ടെ, അവരോട് നമുക്ക് ക്ഷമിക്കാം. കാരണം നമ്മൾ 10,000 താലന്ത് ഇഴച്ചു കിട്ടിയവരാ. ആ ഒരു ചിന്തയും ആ ഒരു ബോധവും നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഓർമ്മയിൽ നിൽക്കാം, ഓർമ്മയിൽ നിന്ന് മാറിപ്പോകാതിരിക്കാം. പക്ഷേ ഹൃദയത്തിൽ നിന്ന് മാറ്റിയേക്കണം ആ പകയും വിദ്വേഷവും. എല്ലാവരോടും ക്ഷമിക്കാം. നമ്മളങ്ങനെ വിദ്വേഷവും പിണക്കവും വെച്ചുകൊണ്ടിരുന്നില്ല എന്ന് പ്രയോജനം. അതുകൊണ്ട് ഹൃദയപൂർവ്വം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം. നമ്മൾ ക്ഷമിച്ചാൽ കർത്താവ് നമ്മളോടും ക്ഷമിക്കും. ഹൃദയപൂർവ്വം. ആ ഒരു ഉപമയാണ് യേശു പറഞ്ഞത്. 7 വട്ടം ക്ഷമിക്കുന്ന നല്ല വിഷയം, 70 വട്ടം ക്ഷമിക്കുന്നതല്ല. കർത്താവ് പറയുന്നു ഹൃദയപൂർവ്വം ക്ഷമിക്കണം. 70 വട്ടം. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സ്തോത്രം, ഓരോ പ്രാവശ്യം അവൻ തെറ്റ് ചെയ്തിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് നമ്മൾ സ്തോത്രം കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുക എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. ഇതെത്ര വട്ടമാണ് വാസ ക്ഷമിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരമായത്. എത്ര വട്ടമാണ് ഞാൻ ക്ഷമിക്കുന്നത്? പിന്നെയും ഇവിടെ പറയുന്ന ദിവസം 7 പ്രാവശ്യം വരെ ചാൻസ് ഉണ്ട്. ദിവസത്തിൽ 7 വട്ടം പിഴയ്ക്കുകയും അല്ലെങ്കിൽ 7 വട്ടം നമ്മെ ദുഃഖിപ്പിക്കുകയും ചെയ്തിട്ട് ഞാൻ എന്നോട് ക്ഷമിക്കണമെന്ന് 7 വട്ടം എന്ന് പറഞ്ഞാലും ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ 1 വട്ടമെന്ന് പറയും. നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കർത്താവ് എത്ര പ്രാവശ്യം കണ്ടാൽ നമ്മൾ ക്ഷമിക്കുന്നത്? എത്ര പ്രാവശ്യം കണ്ടാൽ നമ്മൾ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ?
കർത്താവ് പറഞ്ഞ പരിധിയാ. ദിവസം 7 പ്രാവശ്യം, ഒരു ദിവസം 7 പ്രാവശ്യം വരെ ചാൻസ് ഉണ്ട്. സ്തോത്രം. അങ്ങനെയല്ല വചനം പറയുന്നത്, ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുമെന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. അതുകൊണ്ട് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാം. ക്ഷമയുടെ പാഠം നമുക്ക് പഠിക്കാം. നമ്മുടെ അരുമനാഥൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട അവസ്ഥയോർത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം, ഹൃദയപൂർവ്വം ക്ഷമിക്കാമെന്ന് ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. വേഡ് ദാറ്റ് നെവർ ഫെയ്ഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ കൂടെ കർത്താവിന് വചനം ശുശ്രൂഷിക്കുമെന്ന കൃപയ്ക്ക് സ്തോത്രം. അപ്പോൾ ആ പ്രസംഗിച്ച അടിയനും കേട്ട തൻ്റെ ജനങ്ങളും, യേശുവേ, ഞങ്ങൾക്ക് ആ ഒരു കൃപ നൽകണം. മാനുഷിക സ്വഭാവത്തിൽ അത് ചെയ്യുവാൻ പ്രയാസമാണ്. എന്നാൽ ആ സ്വർഗീയ സ്വഭാവം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ കാവൽക്കാരായി ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള വസ്തുത ഞങ്ങൾ മറന്നുപോകാതെ ജീവിപ്പാൻ കൃപ ചെയ്യണം. ഞങ്ങൾ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ ചെയ്യണം. അതിനായി ഈ വചന സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹൃദയപൂർവ്വം എല്ലാവരോടും ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളുടെ പിഴകളെയും ഞങ്ങളോട് ക്ഷമിക്കണം, കൃപയിൽ മറയ്ക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാം. ക്ഷമയുടെ ആ ഒരു അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ക്ഷമിച്ചാൽ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും കർത്താവ് ക്ഷമിക്കും. നമ്മൾ 10,000 താലന്ത് കടംപെട്ടവരായിരുന്നു. കർത്താവ് നമുക്ക് ഇഴച്ചു തന്നു. നമ്മൾ 100 വെള്ളിക്കാശ് കടംപെട്ടവനോടും ക്ഷമിക്കാം. നമ്മുടെ പിഴകളെ ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാം എന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. 9 മണിക്ക് വേലക്കാരൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ദൈവജന ശുശ്രൂഷയുണ്ട്. കഴിയുമെങ്കിൽ സംബന്ധിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.